ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മതം, പ്രമാണവും യുക്തിയും എന്ന ഒരു പ്രമേയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതിന്റെ ദൗത്യവും പ്രത്യേകമായി കേരളീയ സമൂഹത്തിൽ ഇനി പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇതുപര്യന്തമുള്ള നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി സമൂഹത്തിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പുരോഗതിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് കേരളീയ ചരിത്രം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്യുകയും ആ ഒരു ആശയത്തിന്റെ, ആ ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സാമൂഹ്യമായ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഇടക്കാലത്ത് സംഘടനാ രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ, ആദർശരംഗത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പൂർവകാല പണ്ഡിതന്മാരും ഏതൊരു ആദർശമാണോ സമൂഹത്തിൽ പ്രബോധനം ചെയ്തത് എങ്കിൽ അതപ്പടി പ്രബോധനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മർക്കസ് ദഅവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രഗത്ഭരായ സാരഥികളും നേതാക്കന്മാരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന ഈ പൊതുജന സംഗമത്തിൽ, ഈ ആദർശ സമ്മേളനത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ വിശകലനം ചെയ്യപ്പെടുകയാണ്. ക്യാപ്ഷൻ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ മതം, പ്രമാണവും യുക്തിയും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു വിഷയം സവിസ്തരം ഇവിടെ പ്രതിപാദിക്കാൻ പോവുകയാണ്. നവോത്ഥാന സംരംഭത്തിന്റെ തലമുറക്കാരെന്നും അതിന്റെ യഥാർത്ഥ അവകാശികളെന്നും അവകാശപ്പെടുന്നവർ പോലും മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ പോലും കേട്ടുപരിചയമില്ലാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന പുതിയ ആദർശം സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ മുജാഹിദികളെ സംബന്ധിച്ച് ഒരുപാട് അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളും കടന്നുകൂടുന്നുണ്ട്. അത് തിരുത്തുക എന്നത് പ്രധാനമായും ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമാണ്. ഹദീസുകൾ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിക വിശ്വാസങ്ങളും ആദർശങ്ങളും കർമാനുഷ്ഠാനങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ രണ്ടാം പ്രമാണമായി പരിചയപ്പെടുന്ന വിശുദ്ധ ഹദീസുകളെ, സുന്നത്തിനെ അതെങ്ങനെ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിദാന ശാസ്ത്രം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലിഖിത രേഖയായി നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള നിബന്ധനകളും പാലിക്കാതെ അന്ധമായ ചില വിശ്വാസങ്ങളും ആദർശങ്ങളുമൊക്കെ അത് വിശുദ്ധ ഖുർആൻ എതിരായാൽ പോലും സ്വീകരിക്കണമെന്ന ഒരു ധാർഷ്ട്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ സ്ഥിതിയെന്നും നിജസ്ഥിതി എന്താണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണെന്ന് സമൂഹത്തിന്റെ പരിവർത്തനത്തിന് മുമ്പിൽ നടന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ തീരുമാനിക്കുകയായിരുന്നു.
അതിനടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ബഹുമാന്യനായ CP ഉമർ സുല്ലമി സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുല്ലമിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഈ മഹാസംഗമത്തിൽ ഈ പ്രോഗ്രാം മുഴുവൻ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ പ്രസീഡിയം നിയന്ത്രിക്കുന്നത് KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എഞ്ചിനീയർ, KNM മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ മദനി മരുത, സംസ്ഥാന KNM സെക്രട്ടറി C മമ്മു സാഹിദ് എന്നിവരാണ്. ഇവരെല്ലാവരെയും ഈ സംഘടനയ്ക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവറുകളാണ്. ആൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ എന്നല്ല നമ്മുടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പോലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന മടവൂരിനെ, ഹുസൈൻ മടവൂരിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംബന്ധിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AP ഉണ്ണികൃഷ്ണൻ അവറുകളെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അതിഥിയായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള മലപ്പുറം DDE P സഫറുള്ള സാറിനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് UP യഹ്യ ഖാൻ മദനി, MSMന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മാമാങ്കര, പ്രഭാഷണം നിർവഹിക്കുന്ന അഥവാ പ്രമാണങ്ങളുടെ യുക്തിഭദ്രത എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നിർവഹിക്കുന്ന ആദരണീയ പണ്ഡിതൻ KJU സംസ്ഥാന പ്രസിഡന്റ് A അബ്ദുൽ ഹമീദ് മദനി, തീവ്രവാദവും ഭീകരവാദവും മതമല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി M സലാഹുദ്ദീൻ മദനി, അന്ധവിശ്വാസങ്ങൾക്ക് ആദർശമില്ല എന്ന പ്രമേയത്തെ ആ ക്യാപ്ഷൻ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അലി മദനി മറയൂർ, ഇസ്ലാം ബഹുസ്വര സമൂഹത്തിൽ എന്ന വിഷയം ആസ്പദമാക്കി സംസാരിക്കുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, ഇസ്ലാഹിന്റെ ചരിത്രവും പാരമ്പര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നിർവഹിക്കുന്ന P മൂസ സലാഹി, ഈ ചടങ്ങിന് നന്ദി പറയുന്ന MT മനാഫ് വെസ്റ്റ് ജില്ലാ മലപ്പുറം KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി MT മനാഫ് മാസ്റ്റർ തുടങ്ങിയ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. ഈ സമ്മേളനത്തിൽ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലായി ദൂരദിക്കുകളിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങാൻ ഒരല്പസമയം വൈകിയിട്ടുണ്ട്. അസർ നമസ്കാരത്തിന് ശേഷം തുടങ്ങാമെന്നായിരുന്നു നമ്മുടെ ധാരണ. ഏതായാലും നമ്മുടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി സഹോദരങ്ങൾ ഇപ്പോഴും വഴിയിലാണ്, അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇനി വൈകിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ വളരെ ഹൃദ്യമായ ഈ സമ്മേളനം വളരെ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പ്രൗഢമായ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതോടൊപ്പം നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും നമുക്ക് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകിയ ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഈയിടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന സർവശക്തനായ അള്ളാഹുവിലോട് നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇന്ന് മരണപ്പെട്ട നമ്മുടെ കുനിയിൽ സ്വദേശി KT മുഹമ്മദ് സുല്ലമി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി കുനിയിലും പരിസരത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹം നമ്മൾ വിടവാങ്ങിയിരിക്കുന്നു. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹാസമ്മേളനം നടക്കുമ്പോൾ ഇവിടെ വരാൻ കഴിയാതെ ഇതിനോട് മാനസികമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വരാൻ കഴിയാത്തിൽ സങ്കടം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ നടത്തുന്ന, ഒരുപാട് പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ തന്നെയും കൂടുതൽ സജീവമായി ഇസ്ലാമിക ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുവാനും ഈ ആദർശം സമൂഹത്തിൽ എല്ലാ രംഗത്തും എത്തിക്കുവാനും ആവശ്യമായ കഴിവും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ സമ്മേളനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആദരണീയനായ പ്രസിഡന്റ് CP ഉമർ സുലമിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു